അങ്ങനെ ഒരു ദിവസം ഒരു മാർക്കറ്റിൽ നിന്ന സമയത്തായിരുന്നു. അവിടെ അപ്പോഴും ഇങ്ങനെ മഴ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്, ഈ മഴ തീരെയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പൂച്ചക്കുട്ടി അങ്ങോട്ട് കയറുന്നത് കാണുന്നത്. ആ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കെൽറ്റ് ആയിട്ടുള്ള പൂച്ചക്കുട്ടിയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി പൂച്ചക്കുട്ടി നല്ല വിശന്നിരിക്കുന്നതാണ്, കാരണം അവന് അവസരം പോയിട്ടുണ്ട്. സോ ആ പൂച്ചക്കുട്ടിയെ പിന്തുടർന്നിട്ട് ആ പൂച്ചക്കുട്ടി കുറച്ച് ഫുഡ് വെച്ചെടുക്കാമെന്ന് അവൻ വിചാരിക്കുകയാണ്. അതിന് ആഹാരം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഒരു പെൺകുട്ടി റോഡിൽ കൂടെ പോകുന്നതും ആ പെൺകുട്ടിയെ കുറെ ബുള്ളി ഗാങ്സ് എന്ന് പറഞ്ഞാൽ റൗഡി പയ്യന്മാര് ടീസ് ചെയ്യൂലേ, ബുള്ളി ചെയ്യുന്നതാണ്. റെസ്റ്റോറന്റിൽ വെച്ച് എനിക്ക് ഫുഡ് തന്ന പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയാണ് യോമാരിങ്ങനെ ടീസ് ചെയ്യുന്നത്, ബുള്ളി ചെയ്യുന്നതെന്ന് മനസ്സിലായത് അവന്. സോ ആ റൗഡി പയ്യന്മാരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഓടിപ്പോയിട്ട് ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് റൗഡി പയ്യന്മാരുടെ അടുത്ത് നിന്ന് ഓടി പോവുകയാണ്. തിരിച്ച് ആ പെണ്ണിന് കൈ പിടിച്ച് ഓടി പോവുകയാണ്. പുറകിൽ നിന്ന് റൗഡി പയ്യന്മാർ ഇങ്ങനെ ഓടി വരികയാണ് അവരെ പിടിക്കാൻ വേണ്ടി. ഒരു ഘട്ടമായപ്പോ ഈ റൗഡി പയ്യന്മാർ അവിടെ പിടിച്ചിട്ട് തറയിൽ തള്ളിയിട്ടിട്ട് ഹീറോനെ രക്ഷിക്കാവുന്ന ഹീറോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അവനെ അടിക്കരുത്, അവൻ പാവമാണെന്ന് തോന്നി കരയെ വിളിക്കുക ചെയ്യണം. പക്ഷേ ഈ റൗഡി പയ്യന്മാര് അവന്നും കേൾക്കാതെ അവനെ ഇട്ട് നന്നായിട്ട് അടിക്കുകയാണ്. സോ അപ്പോഴാണ് ഹൊഡോക്ക് ഒരു കാര്യം ആലോചിക്കുന്നത്, അവന്റെ കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ, അതെടുത്ത സേഫ്റ്റിക്ക് നമുക്ക് ചുമ്മാ എന്തായാലും ടോയ് ഗണ്ണല്ലേ, പൊട്ടയെന്നല്ലേ, അവന്മാരെ കാണിച്ച് പേടിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ ഗണ്ണെടുത്ത് അവന്മാരെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. പക്ഷെ അവന്മാര് പേടിച്ചൊന്നുമില്ല, കാരണം അവന്മാര് കേൾക്കുന്നത് കളിപ്പെട്ടതൊക്കെ ആയിരിക്കും വിചാരിക്കുകയാണ്. അപ്പോൾ സഡനായിട്ട് ഹൊഡോക്കെ ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. പക്ക ഒറിജിനൽ സാധനമായിരുന്നു. ഇത് കണ്ട ഈ രണ്ട് റൗഡി പയ്യന്മാരും കൂടെ പേടിച്ച് പുറകിലോട്ട് പോയപ്പോൾ തന്നെ ഹീന ഹൊഡോക്കയും കൊണ്ട് ഓടി പോവുകയാണ്. സോ അങ്ങനെ ഹീന ഹൊഡോക്കോട്ട് ഓടിച്ചു നിർത്തിയത് ഉപയോഗശൂന്യമായ ഒരു ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു. അങ്ങനെ ഹീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിന്റെ കയ്യിൽ അങ്ങനെ ഗണ്ണ് വന്നത്, നീ അതിൽ കൊന്നിട്ടുണ്ടോ, നീ ചീത്തയായിട്ടുള്ള പയ്യനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവനടുത്ത്. അയ്യോ ഇത് അങ്ങനെയൊന്നും അല്ല, ഈ ഗണ്ണ് എന്റേതല്ല, എനിക്ക് തലേന്ന് കിട്ടിയതാണ്, ഞാൻ ചീത്തയായിട്ടുള്ള പയ്യനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എന്നെ നീ വിശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ് അവൻ. ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ കുട്ടിയല്ല എന്ന് പറഞ്ഞ് ഹീന ദേഷ്യപ്പെട്ടു പോവുകയാണ്. സോ ഹൊഡോക്കയ്ക്ക് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കണ്ടുകൊണ്ടിട്ട് അവൻ കരയുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കയ്യിലിരുന്ന് തോക്കെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് കുറച്ചേ കഴിഞ്ഞപ്പോൾ ആ ഹീന പുറത്തോട്ട് പോയ ഹീന തന്നെ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് അവള് പറയുകയാണ്, റെസ്റ്റോറന്റിൽ നിന്ന് എന്നെ പുറത്താക്കി, എന്റെ ജോലി പോയി. അതെന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുകയാണ്. എനിക്ക് നീ ഫുഡ് തന്നുകൊണ്ടതാണോ? അല്ലല്ല, അതുകൊണ്ട് മാത്രമല്ല, എനിക്കും ആ ജോലി ഒന്നും ഇഷ്ടമല്ല, കാശും കുറച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൊഡോക്കോയുടെ അടുത്തേക്ക് ഹീന വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അവന്റെ ഈ ബുള്ളി ചെയ്ത പയ്യന്മാരുണ്ടല്ലോ, ഇടിച്ച ഭാഗത്ത് ഒരു തഴമ്പ് വന്നിരിക്കുകയാണ്. അവിടെ കൈ വെച്ചിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. ഞാൻ കാരണമല്ലേ നിന്നെ അടിച്ചത്, ഐ ആം സോറി എന്ന് അവൾ പറയുകയാണ്. അല്ലല്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് ഹൊഡോക്ക പറയുന്നുണ്ട്. സോ നീ വീടിട്ട് ഓടി വന്നതാണല്ലേ, അതുപോലെയല്ല നീ ഫസ്റ്റ് ടൈമാണ് ടോക്കിയിൽ വരുന്നതും അല്ലേ, ഈ മഴയിൽ നിനക്ക് ഈ ടോക്കിയോ എന്ന സിറ്റിയുടെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാൻ പറ്റില്ല. സോ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീന ഹൊഡോക്കയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എവിടെയാണ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ റൂഫ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ഹീന ഹൊഡോക്കയെ കൊണ്ടുപോകുന്നത്. സോ അവിടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ആ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് ഇപ്പൊ നേരെ കാണാൻ പറ്റത്തില്ല, കാരണം അതെല്ലാം നശിപ്പിക്കുന്നത് ആരാണ്, നമ്മുടെ കാർമേഘവും മഴയുമാണ്. സോ അതുകൊണ്ട് നേരെ സിറ്റി കാണാനേ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീന ചോദിക്കുന്നത്, ഇവിടെ സൂര്യപ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കാണാമായിരുന്നു, അല്ലെങ്കിൽ ടോക്കിയോ സിറ്റി ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാമായിരുന്നു. അപ്പോൾ തന്നെ ഹൊഡോക്ക പറയുന്നത്, ആ ശരി തന്നെ, ഞാൻ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം സൂര്യപ്രകാശം കണ്ടിട്ടേ ഇല്ല, എന്നും മഴ മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറയുന്നത്. സോ